സൂര്യ കൂടുതൽ പ്രതികരണങ്ങൾക്ക് ശ്രമിക്ക്. വണ്ടി ഇടിക്കരുത്. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചെത്താം. നമുക്കൊരു കാനത്തിൽ ജമീല MLA ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീമതി കാനത്തിൽ ജമീല കൊയിലാണ്ടി MLA ആണ്. ശ്രീമതി ജമീല, നമുക്കറിയാം റോഡുകളുടെ ദുരവസ്ഥ നിയമസഭയിലൊക്കെ ഈ വിഷയം വന്നു. ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളും നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചു എന്നാണ്. എന്താണ് അവിടെ പറയാൻ ശ്രമിച്ചത്? എന്താണ് നമ്മുടെ റോഡുകളുടെ അവസ്ഥയെക്കുറിച്ച് പറയാനുള്ളത്? റോഡുകളുടെ അവസ്ഥ എന്നല്ല, നമുക്ക് കൊയിലാണ്ടി മണ്ഡലത്തിൽ ഇപ്പോ തുടക്കം മുതൽ അവസാനം വരെ തുടങ്ങിയിട്ട് മൂരാട് വരെ ഉള്ള പ്രശ്നത്തില് ഇപ്പം സബ്മിഷനും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തതാണ്. ഇതിലെന്താ വെച്ചാൽ ഇത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ടെൻഡർ നൽകിയിട്ടുള്ളത്. കൊയിലാണ്ടിയുടെ വർക്ക് എടുത്തിട്ടുള്ളത് അദാനി ഗ്രൂപ്പാണ്. അദാനി ഉപകരാറ് നൽകിയിട്ടുള്ളത് വാഗാഡ് എന്ന് പറയുന്ന ഗുജറാത്തിലുള്ള ഒരു കമ്പനിക്കാണ്. ഈ വാഗാഡ് അവരുടെ ഒരു വർക്കിന്റെ ക്വാളിറ്റി വളരെ മോശമാണ്. അതുമാത്രമല്ല, ജനങ്ങളെ കാണാതെയുള്ള ഒരു വർക്കാണ് അവരിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ഒരു ഹോസ്പിറ്റലിന്റെ മുമ്പിൽ പോലും കുറെ മണ്ണ് അടിച്ച് അവിടെ വലിയ ഗട്ടറുണ്ടാക്കിയിട്ട് അവിടെ വെക്കുകയാണ്. അവര് ഡ്രൈനേജ് ഉണ്ടാക്കിയായിരിക്കാം, ആ ഡ്രൈനേജിന്റെ മണ്ണായിരിക്കാം ഹോസ്പിറ്റലിന്റെ മുമ്പിലിടുന്നത്. ആ ഹോസ്പിറ്റലിന് മുമ്പിലിട്ട് കഴിഞ്ഞാൽ ഇത് ഹോസ്പിറ്റലാണ് എന്നുള്ളത്, അതേപോലെ വിദ്യാലയമാണ് എന്നുള്ളത്, ഇത് ജനങ്ങൾക്ക് പോകേണ്ടുന്ന വഴിയാണ് എന്ന് പോലും ചിന്തിക്കാത്ത രീതിയിലേക്കുള്ള പ്രവൃത്തിയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ആദ്യം തന്നെ ചെയ്യേണ്ടത് അവര് സർവീസ് റോഡും ഡ്രൈനേജുമായിരുന്നു. അതൊന്നും തന്നെ ചെയ്യാതെ മഴക്കാലമായപ്പോൾ ജനങ്ങൾക്ക് ദുരിതം വന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം ഹൈവേ അതോറിറ്റിയും അതേപോലെ തന്നെ കരാറുകാരും എല്ലാം തന്നെ ആയിട്ടുള്ള മീറ്റിംഗ് വിളിച്ചു ചേർത്തി. അതേപോലെ DDC മീറ്റിംഗിൽ നമ്മൾ ഈ കാര്യങ്ങൾ ഉന്നയിച്ചു. സർക്കാരിന്റെ ഇപ്പൊ നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷം ഇങ്ങനെയെല്ലാം തന്നെ പൊതുമരാമത്ത് മന്ത്രി കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോ അതിന്റെ ഫലമായിട്ട് കുറെയെല്ലാം തന്നെ ഇടപെടുന്നുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ ജനങ്ങൾക്കിപ്പോ യാത്രാ ദുരിതം അനുഭവിച്ചു പോകുന്ന ഒരു സ്ഥിതി വിശേഷം ഇപ്പൊ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ചില വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട്. ചില കോളനികളിലെല്ലാം തന്നെ ഇവരുടെ ഈ പ്രവൃത്തി കാരണം തന്നെ വെള്ളം കയറിയിട്ട് അവർക്ക് ആ വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം തിക്കോടി ടൗണിൽ ഇപ്പൊ റെയിൽവേയിലേക്ക് പോകുന്ന ഭാഗങ്ങളിൽ ഒരു താഴ്ന്ന പ്രദേശം ആദ്യമുണ്ടായിരുന്ന കൾവർട്ട് അത് മണ്ണിട്ട് അടച്ചിട്ട് പുതിയൊരു കൾവർട്ട് ഉണ്ടാക്കാതെ തന്നെ അതേപോലെ അങ്ങോട്ട് നിർത്തി അവിടെ മണ്ണിട്ട് അടച്ചു, റോഡ് ഉയർത്തിക്കൊണ്ടുപോയി. പക്ഷെ ഒരു ഭാഗം മുഴുവൻ വെള്ളം നിറഞ്ഞിട്ട് അവിടെ ഒരു ബാങ്ക്, ഒരു സൂപ്പർ മാർക്കറ്റ്, അതേപോലെയുള്ള കടകളെല്ലാം തന്നെ അനിശ്ചിത ദിവസങ്ങളോളം അടച്ചിടേണ്ടി വന്നിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ അവർക്ക് സൂപ്പർ മാർക്കറ്റിലെല്ലാം തന്നെയുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇവിടെ സമരം നടത്തുന്ന ഒരു സ്ഥിതി അടക്കം വന്നു എന്നുള്ളതാണ്. അതാത് സമയത്ത് ഒന്ന് ഇടപെട്ടുകൊണ്ട് അവരുടെ കയ്യിൽ എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ട്. ഒന്ന് ഡ്രൈനേജോ അല്ലെങ്കിൽ എവിടെയാണോ വെള്ളം കെട്ടി നിൽക്കുന്നത് അവിടെ വേണ്ട കാര്യങ്ങളൊന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് വാഗാട് പോകുന്നില്ല എന്നുള്ളതാണ്. ഹൈവേ അതോറിറ്റിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടും അത് വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ NHന്റെ വർക്കുമായിട്ട് ഞങ്ങൾക്ക് അത് പറയാം. സർക്കാർ ഈ കാര്യങ്ങളിൽ ഇപ്പോൾ കൊയിലാണ്ടിയിലെ കാര്യം താങ്കൾ പ്രത്യേകമായി പറഞ്ഞു. ഞങ്ങളുടെ റിപ്പോർട്ടാണ് സൈഡിൽ ഞങ്ങൾ അവിടെ നിന്ന് നൽകിയ റിപ്പോർട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ച് പൂക്കോട് മേഖലയിൽ നിന്നൊക്കെയുള്ള ദുരിതം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. താങ്കളുടെ ശ്രദ്ധയിൽ ഞാനത് പെടുത്തുകയാണ്. എന്താണ് ഈ സർക്കാരിന്റെ കാര്യത്തിൽ, പൊതുവെ റോഡുകളുടെ കാര്യത്തിൽ ഈ നിയമസഭയിലൊക്കെ മന്ത്രി പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അടിയന്തര പ്രമേയത്തിനൊക്കെ അനുമതി നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, റോഡിലെ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ പരിഹരിക്കും, അല്ലെങ്കിൽ അതൊന്നും അടിയന്തര പ്രമേയമായി ചർച്ചയ്ക്ക് വരേണ്ട കാര്യമില്ല, അടിയന്തര പ്രാധാന്യമില്ല എന്നൊക്കെ പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് പ്രതിപക്ഷം ബഹിഷ്കരിക്കൊക്കെ ഇറങ്ങിപ്പോകുന്നു. സർക്കാർ ഈ കാര്യത്തിൽ എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? നമുക്ക് ഈ റോഡിലെ കുണ്ടും കുഴിയും ആദ്യമായിട്ടുള്ളതല്ല. മുമ്പ് കാലങ്ങളിൽ നമുക്കറിയാം ഇതിനേക്കാളും വലിയ പ്രയാസം നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാലമുണ്ടായിരുന്നു. മഴക്കാലമായാൽ നമ്മുടെ കേരളത്തിലുള്ള ഒരു സ്ഥിതി ഈ രീതിയിൽ തന്നെയാണ്. പക്ഷേ നന്നായിട്ട് തന്നെ പൊതുമരാമത്ത് ഇടപെടുന്നുണ്ട് എന്നുള്ളത് പല റോഡുകളും കാണാം. ഇപ്പൊ ഹൈവേയുടെ വർക്കുമായിട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ വന്നിട്ടുള്ളത്. ഇപ്പോൾ എന്താ അടിയന്തര പ്രമേയം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം അടിയന്തരമായിട്ടുള്ള ഒരു കാര്യവും അടിയന്തര പ്രമേയത്തിൽ കൊണ്ടുവരാറില്ല. അടിയന്തര പ്രമേയത്തിൽ കൊണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്ന് സഭ നിർത്തിവെച്ചിട്ട്
ചർച്ച ചെയ്യണം എന്നുള്ള രീതിയിലാണ്. അതേ സ്ഥിതിക്ക് പ്രതിപക്ഷവും ആണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും അവര് പറയുന്നത് അതാ സമയത്ത് കേട്ടുകൊണ്ട് അതിന്റെ മറുപടി കൊടുക്കുകയും അതിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണല്ലോ സർക്കാർ. പിന്നെ ഒരു സഭ നിർത്തിവെച്ചിട്ട് അത് ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അത് പ്രതിപക്ഷത്തിന്റെ ഒരു രാഷ്ട്രീയമായിട്ട് കാണുന്ന ഒരു രീതി കൊണ്ടാണ് അത് അങ്ങനെ പറയാൻ കഴിയില്ല. ഞങ്ങൾ ശ്രീമതി ജമീല, നമുക്കങ്ങനെ രാഷ്ട്രീയമായി കാണാൻ കഴിയുമോ? ഇത് നോക്കൂ, ഞങ്ങൾ നൽകുന്ന വിഷ്വൽസ് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രതിനിധികൾ കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് നൽകിയ റിപ്പോർട്ടുകൾ, ആ നൽകിയ ദൃശ്യങ്ങൾ ഞങ്ങൾ മാത്രമല്ല മറ്റു ചാനലുകളും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ മനസ്സിലായത് കുണ്ടും കുഴിയുമാണ് കേരളത്തിലെ റോഡുകളിൽ. ദേശീയപാത നിർമ്മാണം അല്ലെങ്കിൽ നിർമ്മാണം നടക്കുന്നുണ്ട്, അത് നമുക്ക് NH-മായി ബന്ധപ്പെട്ട കാര്യമാണ്. എങ്കിലും ഈ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥയൊക്കെ ദുർഘടമാണ്. PWD അല്ലേ ചെയ്യേണ്ടത്? നമ്മളത് അടിയന്തര പ്രാധാന്യമില്ല അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തും റോഡിൽ കുഴിയായിരുന്നു എന്ന് പറഞ്ഞൊഴിയുന്നത് ശരിയാണോ ശ്രീമതി ജമീല? ഒരിക്കലും പ്രതിപക്ഷം അതിൽ അടിയന്തര പ്രാധാന്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രമേയത്തെ ഇതിന് അടിയന്തര പ്രാധാന്യം ഇല്ല എന്നുള്ളത് പറയാറില്ല. പക്ഷെ ഈ തവണ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം എല്ലാ കാലങ്ങളിലും ഈ നല്ല മഴ പെയ്യുന്ന സമയത്ത് റോഡ് അടച്ചാൽ നിൽക്കില്ല എന്നുള്ളത് അറിയാം. കഴിഞ്ഞ മഴക്കാലങ്ങളിൽ അതാത് സമയത്ത് കുഴി അടച്ചു പോയിട്ടുള്ള ഒരു സ്ഥിതിയാണുള്ളത്. ഇപ്പൊ ഏറെ പ്രശ്നം നമ്മുടെ ഈ NH-ന്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാത്ത റോഡുകളിൽ കുണ്ടും കുഴി ഉണ്ടാവാം. ഈ മഴക്കാലത്ത് സ്വാഭാവികമായിട്ടും കേരളത്തിലുള്ള ഒരു കാലാവസ്ഥക്കനുസരിച്ച് റോഡുകള് പോവുക എന്നുള്ളത് തകർന്നു പോവുക സ്വാഭാവികമാണ്. ഇപ്പൊ കടപ്പുറത്തെല്ലാം തന്നെയുള്ള റോഡുകള് അതിപ്പോ ഗവൺമെന്റ്, ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെ കുണ്ടും കുഴിയും ആകാം എന്ന് പറയുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് പറയുന്നു. എത്ര വർഷമായി പിണറായി സർക്കാർ അധികാരത്തിലെത്തിയിട്ട്? എത്ര വർഷമായി? ഇത് രണ്ടാമത്തെ ടേം കഴിയാൻ പോകുന്നു. എന്നിട്ടും ഈ കുണ്ടും കുഴിയുമാണ്. അത് വർഷങ്ങളായി ഇങ്ങനെയാണ്. ഇതിങ്ങനെ പോകൂ എന്നുണ്ടോ? എത്ര വർഷം ജനങ്ങൾ പിണറായി സർക്കാരിന് തന്നു, എന്നിട്ടും നന്നാവാത്തത് എന്തേ? അങ്ങനെ എല്ലാ റോഡുകളും കുണ്ടും കുഴിയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് വെറുതെയാണ്. BMBC പോലെയുള്ള റോഡുകൾ, ഏറ്റവും ക്വാളിറ്റി ഉള്ള റോഡുകൾ, 5 വർഷം ഗ്യാരണ്ടിയുള്ള റോഡുകൾ, ആ ഗ്യാരണ്ടിയുള്ള റോഡുകളെല്ലാം തന്നെ അതാത് സമയത്ത് ആ കരാർ എടുത്തിട്ടുള്ള ആളുകൾ മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ അങ്ങേയറ്റം ആ രീതിയിൽ അവരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെയുള്ള റോഡുകൾ ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയെ അറിയിച്ചുകൊണ്ട് അതാത് സമയത്ത് അവരെ റിപ്പയർ ചെയ്ത് പോകുന്നുമുണ്ട്. പിന്നെ ഗ്രാമീണ റോഡുകളുടെ കാര്യമാണ്. ഗ്രാമീണ റോഡുകൾ ഇപ്പോ നമുക്കെല്ലാം തന്നെ അറിയാവുന്ന കാര്യമാണ്. അവിടെ ജൽജീവൻ മിഷന്റെ വർക്ക് ഓരോ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലും നമുക്കറിയാലോ, വെള്ളം കിട്ടണമെങ്കിൽ പൈപ്പിടാൻ ആകാശത്ത് കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, റോഡിൽ കൂടെ തന്നെ കുഴിച്ചു കൊണ്ടുപോകണ്ടേ. ആ കുഴി എടുക്കുന്ന സമയത്താണ് ഇപ്പൊ മഴ പെയ്തിട്ടുള്ളത്. മഴ പെയ്തപ്പോൾ അതിന്റെ ഒരു പ്രയാസങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ്. അതേ പൈപ്പ് ലൈൻ എടുക്കുന്നത് അതുകൊണ്ടുണ്ടാകുന്ന അതാണ് നമ്മുടെ പഞ്ചായത്തുകളിലെല്ലാം തന്നെയുള്ള റോഡുകളുടെ സ്ഥിതി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതൊരു രാഷ്ട്രീയപരമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ശരി, നമുക്ക് ഈ കാപ്പാട് റോഡ്, തീരദേശ റോഡ്, ആ ദൃശ്യങ്ങളിൽ കാണാം പ്രേക്ഷകർക്ക്. ആ തീരദേശ റോഡ് കടലെടുത്തതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ നിന്ന് നമ്മുടെ പ്രതിനിധി റിയാസ് KMR തത്സമയം റിപ്പോർട്ട് നൽകിയിരുന്നു. കേരള വിഷൻ ആ വാർത്ത അവതരിപ്പിച്ചിരുന്നു. എന്തായാലും അതിൽ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ശ്രീമതി ജമീല, താങ്കളുടെ ഇടപെടലും ഇക്കാര്യത്തിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, കേരള വിഷൻ മനസ്സിലാക്കുന്നുണ്ട്. കാപ്പാട് തീരദേശ റോഡിന് 6 കോടി രൂപ അനുവദിച്ചു. അത് താങ്കളുടെ ഇടപെടലിന്റെ കൂടി ഭാഗമാണ് എന്നാണ് വ്യക്തമാകുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മൾ അതിന്റെ പോയി എസ്റ്റിമേറ്റ് എടുത്തിരുന്നു. 6 കോടി മാത്രമല്ല, 6 കോടി ഇറിഗേഷൻ മിനിസ്റ്റർ അനുവദിച്ച് തന്നിട്ടുള്ള 6 കോടി. അതിനു മുമ്പേ തകർന്ന അന്ന് തന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ കല്ലിടാൻ വേണ്ടിയിട്ട് 25 ലക്ഷം അടിയന്തരമായിട്ട് അനുവദിച്ച് തന്നിരുന്നു. പിന്നീട് നമുക്കിപ്പോ മെനിഞ്ഞാന്ന് ഞാനിപ്പോൾ മന്ത്രിയെ പോയി കണ്ടു, ഫിഷറീസ് മന്ത്രിയെ പോയി കണ്ടു. ഫിഷറീസ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇടിഞ്ഞു പോയിട്ടുള്ള റോഡ് എത്രയാണോ എമൗണ്ട് അത് ഞങ്ങളത് ചെലവാക്കിയിട്ട് അത് റോഡ് നിലനിർത്താൻ നമുക്ക് വേണ്ട രീതിയിൽ അത് മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. അതിന് ആദ്യം നമ്മൾ ഇന്നലെ അവിടെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അതേപോലെ ഇറിഗേഷൻ വകുപ്പും രണ്ട് വകുപ്പും കൂടെ ഇന്നലെ അവിടെ പോയിട്ട് എസ്റ്റിമേറ്റ് എടുത്തിരുന്നു. എസ്റ്റിമേറ്റ് എടുക്കാൻ ഇപ്പോൾ നമുക്കത് പെട്ടെന്ന് പ്രാവർത്തികമാക്കാൻ എന്ന് പറയുമ്പോൾ അതിന്റെ കോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ സീവോൾ കെട്ടുന്ന ആ ഭാഗം അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവണം. അതിനുശേഷമേ റോഡ് എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇന്നലെ എസ്റ്റിമേറ്റ് മുഴുവനായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ റെസ് കോസ്റ്റ് എസ്റ്റിമേറ്റ് വളരെ പെട്ടെന്ന് തന്നെ കൊടുക്കാം എന്നുള്ളത് ഇപ്പോൾ ഹാർബർ എഞ്ചിനീയറിംഗ് പറഞ്ഞിട്ടുണ്ട്. ആ റോഡിന്റെ നമുക്കത്
ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നടത്താൻ കഴിയുന്നതാണ്. മറ്റ് നേരത്തെ ഉള്ള ഒരു വർക്കിൽ നമുക്കറിയാം 10 ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് കാപ്പാട് ഹോട്ട്സ്പോട്ടും. അപ്പോൾ അതിൽ ഇപ്പോൾ NCCRന്റെ റിപ്പോർട്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ടീമാണ് ഇവിടെ പഠനം നടത്തിയിട്ട് ഏത് രീതിയിലാണ് അതിന്റെ ഡിസൈൻ തയ്യാറാക്കേണ്ടത് എന്നുള്ളത് കണ്ട് അവർ എസ്റ്റിമേറ്റ് എടുത്തു, ഡിസൈൻ തയ്യാറാക്കി ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതിന് 74 കോടിയാണ് ഇപ്പോൾ എസ്റ്റിമേറ്റ് വരുന്നത്. ആ തുക കണ്ടെത്തും. അടുത്ത കാലത്ത് തന്നെ അത് സ്ഥിരമായിട്ട്, നമുക്കിത് താൽക്കാലികമായിട്ടുള്ളതല്ല വേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് സ്ഥിരം സംവിധാനം, കടല് ഇടിഞ്ഞു പോകാതെ ചെല്ലാനമെല്ലാം തന്നെ ചെയ്തതുപോലെയുള്ള ഒരു വർക്ക് അവിടെ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ കൂടെ ചെയ്യുന്നുണ്ട്.